നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജ്യോതിഷത്തിലെ അഷ്ടമഭാവത്തെക്കുറിച്ചാണ് പഠിച്ചിരുന്നത്. അഷ്ടമഭാവത്തിൽ പ്ലേസ് ചെയ്ത പ്ലാനറ്റുകളെക്കുറിച്ചും അത് തരുന്ന നല്ല ഫലങ്ങളും മോശഫലങ്ങളുടെ സൂചനകളും അതോടൊപ്പം തന്നെ കാർമിക് ഡെപ്റ്റുകളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആയുസിൻ്റെ ഭാവമാണ് അഷ്ടമഭാവം എന്ന് പറയുന്നത്. നിഗൂഢതകളുടെ ഭാവമാണ് അഷ്ടമഭാവം എന്ന് പറയുന്നത്. അപ്പം ഈ ഭാവത്തിൽ അഗ്നിതത്വമുള്ള ചൊവ്വ ഈ ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് വളരെ തീവ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അത് നൽകുന്നത് എന്നുള്ളതാണ് അനുഭവം. ഇതിൽ സാധാരണയായിട്ട് നമ്മൾ എട്ടിച്ചൊവ്വ കല്യാണമൊക്കെ നോക്കുന്ന സമയത്ത് എട്ടിച്ചൊവ്വയുള്ള ജാതകം അല്ലെങ്കിൽ അഷ്ടമത്തിൽ ചൊവ്വയാണ്, അഷ്ടമത്തിൽ കുജനുള്ളതാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ലഗ്നാൽ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നതിനെ പൊതുവെ മാംഗ്ലിക് ദോഷ അല്ലെങ്കിൽ ചൊവ്വാദോഷം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതൊരു ചൊവ്വാദോഷമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 8-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരാളുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നല്ല കാര്യത്തിലൂടെ കടക്കാം. ഗുഡ് എഫക്റ്റ് അഥവാ ശുഭഫലങ്ങൾ. 8-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ എല്ലായ്പ്പോഴും ദോഷമല്ല ഫലം എന്നുള്ളത് അനുഭവമാണ്. ചൊവ്വ ശുഭഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടിയിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ സ്വന്തം നക്ഷത്രത്തിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കുറേ ഗുണാനുഭവങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിലൊന്നാമത്തേത് അസാമാന്യമായിട്ടുള്ള മനഃശക്തിയാണ്. പ്രതിസന്ധികളെ തളരാതെ പോരാടാനുള്ള കഴിവ്. കുറച്ച് സമയമെടുക്കും. ഒരു 32 വയസ്സിനൊക്കെ ശേഷം നല്ല സ്റ്റേബിളായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു കരുത്ത് ഇവർ ആർജിച്ചെടുക്കും എന്നുള്ളതാണ്. പ്രതിസന്ധികളെ തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള. അതുപോലെ തന്നെ മരണത്തെ പോലും ഭയപ്പെടാത്ത രീതിയിലുള്ള ഒരു ധൈര്യം ഇവരിലേക്ക് വന്നു ചേരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് കാലക്രമേണ. പക്ഷേ ഈ അഷ്ടമഭാവത്തിൻ്റെ ഈ മനഃശക്തി, ഈ അസാമാന്യമായ മനഃശക്തി ഇവർക്ക് ഉണ്ടാവുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരാം. ധൈര്യവും വീര്യവും ദുർബുദ്ധിയായിട്ടും ഇത് വരാം. അതല്ലാതെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ശേഷം വളരെ തെളിഞ്ഞൊരു മനസ്സിലേക്ക് എത്താനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് പലർക്കും അസാമാന്യമായിട്ടുള്ളൊരു മനഃശക്തി, ഈ മനഃശക്തി തന്നെ അവരുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നതായിട്ടും ജീവിതത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതായിട്ടും അതിൽ പിടിച്ചു നിൽക്കുന്നതായിട്ടുമൊക്കെ തോന്നിയിട്ടും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒക്കൾട്ട് വിസ്ഡമാണ്. നിഗൂഢ ശാസ്ത്രത്തിലുള്ള ജ്ഞാനം അല്ലെങ്കിൽ നിഗൂഢ ശാസ്ത്ര വിഷയത്തെ അനുഭവമാക്കി മാറ്റിയതിനുള്ള ഒരു ജ്ഞാനം എന്ന് വേണേൽ പറയാം. തന്ത്രശാസ്ത്രം, ജ്യോതിഷം, മനഃശാസ്ത്രം തുടങ്ങിയിട്ടുള്ള നിഗൂഢ വിഷയങ്ങളിൽ ആഴത്തിൽ അറിവ് നേടാനുള്ള കഴിവ്. ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ 8-ലെ ചൊവ്വ എന്ന് പറയുന്ന ആക്ച്വലി ഒരു പ്രോബ്ലം സോൾവർ മനോഭാവം ഉള്ളവരായതുകൊണ്ട് തന്നെ ഇവർക്ക് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഏരിയകളിൽ ഉള്ള കഴിവുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സർവീസസ് എന്ന് പറയാം. ജേർണലിസം ബുധൻ്റെ ഒരു ബന്ധവും കൂടെ വരണം. ബുധൻ്റെ രാശിയിലോ ബുധൻ്റെ നക്ഷത്രത്തിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ജേർണലിസം വരാം. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റീവ് സർവീസസുകൾ, മെഡിക്കൽ സർജറി, സർജിക്കൽ എക്യുപ്മെൻറ്റുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, മെഡിസിൻ, നേഴ്സിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ജോലികൾ, ഇതെല്ലാം ഇവർക്ക് വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ചൊവ്വ നിൽക്കുന്ന രാശി വളരെ പ്രധാനമാണ്. ചൊവ്വ നിൽക്കുന്ന നക്ഷത്രം വളരെ പ്രധാനമാണ്.
വൃശ്ചികത്തിലോ മേടത്തിലോ മകരത്തിലോ ഒക്കെയാണ് ചൊവ്വ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഗുണാനുഭവങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ള അഷ്ടമത്തിലെ ചൊവ്വ. അത് അശുഭഫലങ്ങൾ കുറയ്ക്കുകയും ആത്മീയവും മാനസികവുമായിട്ടുള്ള കരുത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതെല്ലാം അഷ്ടമത്തിലെ ചൊവ്വയുടെ ഒരു നല്ല ക്വാളിറ്റികളിൽ ഒന്നാണ്. അടുത്തത് അപ്രതീക്ഷിത ധനലാഭമാണ്. പാരമ്പര്യ സ്വത്ത്, ഇൻഷുറൻസ് ക്ലെയിമുകൾ അല്ലെങ്കിൽ പങ്കാളിയിലൂടെയുള്ള ധനലാഭം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നൊക്കെയുള്ള ധനലാഭം ഒക്കെ എട്ടിലെ ചൊവ്വ തരും. ധനനഷ്ടവും തരും കേട്ടോ. അതുപോലെ ഗവേഷണ പാഠവം എന്ന് വേണേൽ പറയാം. അതായത് കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ കണ്ടെത്താനുമുള്ള കഴിവ്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ആ ഒരു റിസർച്ച് എബിലിറ്റി, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് എബിലിറ്റി, അല്ലെങ്കിൽ സർജറി പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് എല്ലാം ഇവർക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നമുക്ക് അശുഭകരമായിട്ടുള്ള ഫലം ഒന്ന് നോക്കാം. ചൊവ്വ എട്ടിൽ നിന്നാലുണ്ടാവുന്ന അശുഭ ഫലങ്ങൾ അഥവാ ബാഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചൊവ്വ ബലഹീനനായി നിൽക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് എട്ടിൽ നിന്നാലുണ്ടാവുന്നത് ശരീരത്തിന് എട്ടിൻ്റെ പണി തരും എന്നുള്ളതാണ്. ഒന്നാമത്തത് ആരോഗ്യ പ്രശ്നമാണ് മെയിൻ. രക്തം, അസ്ഥി, മജ്ജ അല്ലെങ്കിൽ ശസ്ത്രക്രിയകൾ ആവശ്യമായി വരുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത. അഗ്നി, ആയുധങ്ങൾ, വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എട്ടിൽ ചൊവ്വയുള്ളവർ. പ്രധാനമായിട്ടും അതേപോലെ തന്നെ ട്രെയിൻ, അതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഒരു കരുതലും ഒരു ശ്രദ്ധയും വേണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ തടസ്സങ്ങളാണ്. അഷ്ടമത്തിലെ ചൊവ്വ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ കയ്യിലുണ്ടാവും. എന്നിരുന്നാൽ പോലും പങ്കാളിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ പങ്കാളിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതോ, ദാമ്പത്യം പല കാരണങ്ങളാൽ പരാജയപ്പെടാനോ, രഹസ്യമായിട്ട് കുറച്ച് അക്രമ സ്വഭാവങ്ങളോ ആക്രമിക്കുന്ന രീതിയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതൊരുത്തരുടെ വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന പല കാര്യങ്ങളും, ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നും പൊതുവിഷയമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല, ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് ഒരു വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ദാമ്പത്യ തടസ്സങ്ങൾക്ക് എട്ടിൽ ചൊവ്വ എന്തൊക്കെ സാധ്യതകൾ നൽകാം എന്നുള്ളതിനകത്ത് നോക്കുമ്പം ജാതകപുരുഷത്തിൽ അഷ്ടമത്തിലെ ചൊവ്വയ്ക്ക് വ്യാഴദൃഷ്ടിയുണ്ടോ, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലാണോ, അല്ലെങ്കിൽ മറ്റ് പാപബന്ധമുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുന്നത് നന്നായിരിക്കും. കാരണം കുറച്ച് തീക്ഷ്ണ സ്വഭാവം ഉണ്ടായിരിക്കും. ഇവരുടെ ഉള്ളിൽ അടങ്ങാത്ത ഒരു തീ ചില കാര്യങ്ങളിലുണ്ടാവും. അതിന് പറ്റുന്ന ഒരു ബന്ധമല്ലെങ്കിൽ, അതാണായാലും പെണ്ണായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നല്ല ഈഗോയും നല്ല കോപവും ഒക്കെ ഉള്ളവരായിരിക്കാം ചിലപ്പം, രഹസ്യമായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് പെട്ടെന്നുള്ള കോപമാണ്. പെട്ടെന്ന് ദേഷ്യം വരാം അവർക്ക്. ഈഗോ പെട്ടെന്ന് ഹേർട്ട് ചെയ്ത് പെട്ടെന്ന് ദേഷ്യം വരാം. ഇത് പലപ്പോഴും ശത്രുക്കളെ സൃഷ്ടിക്കാനും ബന്ധങ്ങൾ തകരാനും ഒറ്റപ്പെട്ടിരിക്കാനുമൊക്കെ കാരണമായേക്കാം കേട്ടോ. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന കടുത്ത സാമ്പത്തിക നഷ്ടങ്ങളാണ്. അശ്രദ്ധമായിട്ടുള്ള നിക്ഷേപങ്ങൾ വഴിയോ അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾ വഴിയോ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയോ മറ്റാരുടെയോ എങ്കിലും ജാതകത്തിൽ എട്ടിൽ ചൊവ്വയുണ്ടെന്നുണ്ടെങ്കിൽ ഏത് രാശിയാണെന്നറിയുക, ഏത് നക്ഷത്രത്തിലാണെന്നറിയുക, ഈ എട്ടിൽ നിൽക്കുന്ന ചൊവ്വ ഏത് ഭാവാധിപനാണെന്നറിയുക. എന്നിട്ട് വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ അല്ലെങ്കിൽ പാപമധ്യസ്ഥിതിയോ പാവന്മാരുടെ യോഗമോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. എട്ടിൽ
കുജനോടൊപ്പം ശുക്രനൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാൻറ്റസികളൊക്കെ ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. ഫാൻറ്റസി പ്ലാനറ്റ് രാഹു ആയതുകൊണ്ട് കുറച്ചും കൂടി രാഹുവിൻ്റെ ബന്ധവും കൂടെ വരണം. ഫാൻറ്റസി എന്ന് പറയണമെങ്കിൽ തന്നെ രാഹു, എന്നാൽ പോലും കുജനും ശുക്രനും ഒക്കെ അഷ്ടമത്തിൽ, അല്ലെങ്കിൽ കുജനും ശുക്രനും ഒക്കെ 11-ൽ, അല്ലെങ്കിൽ കുജനും ശുക്രനും ലഗ്നത്തിൽ, കുജനും ശുക്രനും 7-ൽ ഒക്കെ ഒരുമിച്ച് വളരെ 5 ഡിഗ്രിക്കുള്ളിൽ ഒക്കെ നിന്നാൽ കുറച്ച് ഭൗതിക വിഷയങ്ങളിലൊക്കെ കുറച്ച് സന്തോഷം കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്നുള്ളതാണ്. അതിൽ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ലഗ്നാധിപന് നല്ല ബലമോ ഇതിനെ ഓവർകം ചെയ്യുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ വ്യാഴത്തിൻ്റെ യോഗമോ ജാതകത്തിൽ മൊത്തത്തിൽ ഷഡ്ബലമോ അഷ്ടവർഗബലമോ ഒക്കെ എടുക്കുന്ന സമയത്ത് വ്യാഴം എല്ലായിടത്തും ഒരുപോലെ തെളിഞ്ഞൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നാലും ഇതൊരു മോശമായിട്ടല്ല പറയുന്നത്, അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചൊവ്വയുടെ അധിപൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യ സ്വാമി ആശ്രയിക്കുക എന്നുള്ളതാണ്. ഗ്രഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, ബാല്യാവസ്ഥയാണോ കൗമാരാവസ്ഥയാണോ യൗവനാവസ്ഥയാണോ വാർദ്ധക്യാവസ്ഥയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗ്രഹത്തിൻ്റെ അതേ അവസ്ഥയിലുള്ള ദേവതയെ, ഉദാഹരണത്തിന് ബാലസുബ്രഹ്മണ്യനാണോ യൗവന ആയിട്ടിരിക്കുന്ന സുബ്രഹ്മണ്യനാണോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലിരിക്കുന്ന സുബ്രഹ്മണ്യനാണോ, ഏതവസ്ഥയാണെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ കൗമാരാവസ്ഥയിലിരിക്കുന്നതാണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ആ സുബ്രഹ്മണ്യ പ്രീതി വരുത്താൻ നോക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പോൾ ചെറുനാട് ക്ഷേത്രത്തിൽ ബാലസുബ്രഹ്മണ്യനാണ്, എന്നാൽ ഹരിപ്പാട് ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് അങ്ങനെയല്ല. എന്നാൽ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കുറച്ചുകൂടെ യൗവനയുക്തനായിരിക്കുന്ന ഒരു യോദ്ധാവിൻ്റെ അവസ്ഥയിലുള്ളതാണ്. അപ്പോൾ പഴനിയിൽ അങ്ങനെയല്ല. 6 പട വീടുകളിൽ ഓരോരുത്തടത്തും ഓരോ രീതിയിലാണ്. ആ ഗ്രഹത്തിൻ്റെ ബലത്തെ നോക്കി, ഗ്രഹത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് അത് കണ്ടെത്തുക. അതുപോലെ തന്നെ യുഗ്മരാശിയിൽ സ്ത്രീഗ്രഹങ്ങളുടെ നക്ഷത്രത്തിലോ സ്ത്രീഗ്രഹങ്ങളുമായിട്ടോ യോഗം ചെയ്തൊക്കെ നിൽക്കുന്നെങ്കിൽ ഭദ്രകാളിയാണ്. ഭദ്രകാളി, ചാമുണ്ഡി തുടങ്ങിയിട്ടുള്ള ദേവതകളാണ്, ഉഗ്രദേവതകളാണ്, ആയുധമേന്തിയിട്ടുള്ള ദേവതകളാണ്. ആ ദേവതയെ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കുടുംബത്തിലെ പരദേവത, ഭൂമിയുടെ കാരകത്വവും കൂടി ചൊവ്വയ്ക്കുള്ളത് കൊണ്ട് പരദേവത. ഇനിയിപ്പോൾ യോജരാശിയിൽ തന്നെ ബുധൻ്റെയോ വ്യാഴത്തിൻ്റെയോ ഒക്കെ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ സുദർശനമാവാം. ബുധൻ്റെ ബന്ധം ചൊവ്വയ്ക്ക് വന്നു കഴിഞ്ഞാൽ സുദർശനമാവാം. ചൊവ്വയ്ക്ക് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ഒക്കെ ബന്ധം വന്ന് വൈഷ്ണവ കലകൾ കൂടുതലുണ്ടെങ്കിൽ നരസിംഹമാവാം. ഈ ദേവതകളെയൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ നമ്മൾ യുദ്ധം ചെയ്യേണ്ടതും വഴക്കുണ്ടാക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യങ്ങൾ കുറയുകയും ആ കർമ്മഫലം ക്ഷയിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അനുഭവം. അപ്പം 8-ൽ ചൊവ്വ നിന്നാലുള്ള കാർമിക് ഡെപ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.